3-4 മാസം കൊണ്ട് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ മാഡം ഇതിന് വേണ്ടിയിട്ട് എത്ര പൈസ ചെലവാക്കിയോ അത്ര പൈസ ഞാൻ എന്റെ കയ്യിൽ എടുത്തിട്ട് എന്റെ കോൺടാക്ട് നമ്പർ കൂടി കൊടുത്ത് മാഡം ഉപയോഗിച്ച് വെക്കുന്നതാണ്. അതുപോലെ ഒരു സൺക്രീം ഒരു ഫേസ് ക്രീം, നമ്മുടെ മുരിങ്ങാന്റെ ക്രീം, ഒരു സൺക്രീമും എടുത്തിട്ടാണ് റെഡി പോയത്. ക്ലോപ്പും കൂടി 3-4 സാധനങ്ങൾ എടുത്തിട്ടാണ് അന്ന് അതിന് റെഡി പോയത്. എന്തുകൊണ്ടാ നിങ്ങൾ പറയുന്ന സംസാരം നമ്മുടെ വാക്കാണ്, വാക്കിൽ വലിയൊരു വിലയുണ്ട്. നിങ്ങൾ എന്ത് സംസാരിച്ചോ അത് കൂടുതൽ കൂടുതൽ ആവർത്തിക്കപ്പെടും. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് പഠനെ കുറിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് മാറും. ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ ഈ ക്രീം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്റെ മുഖത്തേക്ക് ഒരു മാറ്റമാണ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെ മുഖത്ത് ആദ്യം ഫോട്ടോ നോട്ടിട്ട് ഇടയ്ക്കെന്നെ മടിയായിരിക്കും കാണാൻ. ഫോട്ടോത്തേക്ക് ഉണ്ട് എന്തോ ഒരു നിർഭാഗ്യവശാൽ ഫോണിലേക്ക് ഫോട്ടോ എടുത്ത ഫോട്ടോ ആയിരുന്നു. മുഖത്തേക്ക് നല്ലപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു, നല്ല പോലെ കലിയുണ്ടായിരുന്നു. ആർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ ഒരാൾക്ക് കൊടുത്തില്ല കേട്ടോ. കാല് പിടിച്ച് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തില്ല. എന്നുവെച്ചാല് ആയിക്കോട്ടെ എനക്ക് പോലും കണ്ടാൽ ഇഷ്ടപ്പെടാത്ത തരത്തിലെ പടം അത്രമാത്രം മുഖത്ത് കലയും പിമ്പിൾസ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ക്ലോപ്പ് ഭയങ്കര എഫക്റ്റീവ് ആയ സാധനമായിരുന്നു. ബ്ലോക്ക് അതുവരെ ഞാൻ ഉപയോഗിക്കാൻ സ്ഥലമാണ്. പക്ഷെ ഞാൻ മേഡത്തിന്റെ സംസാരം കേട്ടിട്ട് എടുത്തു വന്ന വ്യക്തിയാണ്. കാരണം ബ്ലോക്ക് എടുത്ത് അടിച്ചു. ചെറിയൊരു ഓയിലി സ്കിൻ ഭയങ്കര ഓയിലി ആയിരുന്നു. അത് അടിക്കാൻ വേണ്ടി തുടങ്ങി. പിമ്പിൾസ് കുറയുന്നതായി കാണാൻ പറ്റും. പിമ്പിൾസ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിമ്പിൾസ് മാറി അത് പൊട്ടിയ കല്ലിലും കല്ലിയാണ് കടം മാത്രമായിട്ട് നിന്നു. ഫേസ് സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് സ്ക്രബ് അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ലായിരുന്നു. ഫേസ് സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മുടെ റബ് ചെയ്യുന്ന അവസ്ഥയിൽ ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് കാര്യങ്ങളൊക്കെ ഡാർക്ക് മാർക്കൊക്കെ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഫേസ് സ്ക്രബും മോശമില്ല എന്നുള്ളതാണ്. അപ്പൊ ഫേസ് സ്ക്രബും ബ്ലോക്കും ഏകദേശം അല്ലേ. മുരിങ്ങന്റെ ക്രീം അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. മുഖത്ത് നല്ല പിമ്പിൾസ് ഉള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഒന്നും കൂടി മോക്കുരു കൂടും. ശരിയാണോ? മോക്കുരു കൂടും. അപ്പൊ പിന്നെ പോരാ ലീഡറെ അയാൾക്ക് കൊടുത്തിട്ട് അപ്പൊ ലീഡറെ വിളിക്കുക. കാരണം വെച്ചാൽ ഞാനേ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ കാരണം ലീഡറെ ഫോണിലോട്ടേക്ക് കൊടുക്കുക. ലീഡറെ സാധനം കൊടുത്തിട്ട് അവർക്ക് മോക്കുരു വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം ലീഡറെ ഉത്തരവാദിച്ചിരിക്കുമല്ലോ. ലീഡർ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഒരു കാരണം വെച്ചാൽ അത് അറിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ മോക്കുരു അതേപോലെ നല്ലപോലെ ഉണ്ടെങ്കിൽ ഇവരോട് പറയാം നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് മോക്കുരു അതിന് കൂടുതലായിട്ട് തോന്നും, ചിലർക്ക് കൂടുതലായിട്ട് തോന്നും. കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. വീണ്ടും കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇത് മുരിങ്ങന്റെ ക്രീം ഞാൻ അപ്പോ ഈ സമയത്ത് ക്രൗൺ ടച്ചേഴ്സ് ആയിട്ടൊക്കെ ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 10-25,000 PV ആയിരുന്നു അതല്ല 25,000 PV ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് മാത്രം ഫേസ് സ്ക്രബ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് സ്ക്രബ് റോക്ക് അവന് മുരിങ്ങന്റെ ക്രീം ജസ്റ്റ് അത് ഇതെടുത്തിട്ട് പോകും. അതുപോലെ തന്നെ അതാ കണ്ടു. പിന്നെ സാനിറ്ററി പാഡ് ഇന്റിമേറ്റ് വാഷും സാനിറ്ററി പാഡ് അതുപോലെ ഒരു കോമ്പോ ആക്കി ഞാൻ കൊടുക്കും. ഈ ക്രീമിന്റെ ഒരു സെറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കും. ഇതാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കൂടുതലായിട്ട്. സെയിൽ ചെയ്യുന്നത് 3 സെയിൽ ചെയ്യും. ഞാൻ ബ്ലോക്ക് മാത്രമായിട്ട് കൊടുക്കാറില്ല. ബ്ലോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് സ്ക്രബ് ഫേസ് നോക്കില്ല ബ്ലോക്ക് കൊടുക്കും. അതുപോലെ മുരിങ്ങന്റെ ക്രീം മാത്രമായിട്ട് സെറ്റ് ആയിട്ട് കൊടുക്കല്ലോ. സാനിറ്ററി പാഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റു സാനിറ്ററി പാഡായിട്ട് കൊടുക്കില്ല. സാനിറ്ററി പാഡും നമ്മുടെ സേഫ് ആൻഡ് ലവ് സാനിറ്ററി പാഡും അതുപോലെ തന്നെ നമ്മുടെ കോഫി റെഗുലർ പാഡ് പ്ലസ് നമ്മുടെ ഇന്റിമേറ്റ് വാഷ് ഇത് 3 ബ്ലോക്കിന് മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ. ഒറ്റ സാധനം സെയിൽ ചെയ്യുമ്പോൾ എല്ലാവരും സെയിൽ ചെയ്യാം. അവിടെ ഇങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഒരു എൻജോയുടെ ഭാഗങ്ങളിലായിട്ട് ഒരു ഹൈജീൻ ക്ലാസ് ഒക്കെ ആണ്. അപ്പൊ കുറച്ച് പേർക്ക് സാധനം എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിപ്പോയി. അതുകൊണ്ടാണ് ഇതാകുന്നത്. ഒന്ന് ഉപയോഗിച്ച് നോക്കും. MRP മാത്രം കൊടുക്കും. അങ്ങനെ MRPക്ക് ഉപയോഗിച്ച് സാധനങ്ങൾ കൊടുത്തു. ഈ ഫേസ് സ്ക്രബ് കൊണ്ടുപോകുന്ന സമയത്തേക്ക് ജസ്റ്റ് അവരെ കൈ കഴുകിയിട്ട് വരാൻ വേണ്ടി പറയും. ഫേസ് സ്ക്രബ് നമ്മുടെ കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കും. വാഷ് ചെയ്തും നമ്മുടെ ഗ്ലോപ്പ് അടിക്കും. അതും ഇതാക്കിയിട്ട് ജസ്റ്റ് നമ്മൾ മുരിങ്ങയുടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് കമ്പാരിസൺ കാണിച്ചു കൊടുക്കുക. കമ്പാരിസൺ കാണിച്ചു കൊടുത്താൽ അവർ ഇത് വാങ്ങിക്കോ. എന്തായാലും വാങ്ങിക്കാണ്ട് ഇന്ന് സൗന്ദര്യം ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ? സൗന്ദര്യം വേണ്ട എല്ലാവർക്കും വേണ്ട. സൗന്ദര്യം വേണ്ട ഒരാൾ ഇരിക്കുന്നുണ്ട് കണ്ണടയിലേക്ക്. ഓക്കെ, സൗന്ദര്യം ആഗ്രഹിക്കുന്നില്ലേ? ഞാനാടാ സൗന്ദര്യം എല്ലാവരും ആഗ്രഹിക്കുന്നു. നേരത്തെ ഇങ്ങനെ നോക്കിക്കൊടുക്കുക. സൗന്ദര്യം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സൗന്ദര്യം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് വാങ്ങിക്കും. കാണിച്ചാല് ജസ്റ്റ് എന്റെ വീടിന്റെ അടുത്തൊരു ഒരു അമ്മൂമ്മ ഉണ്ട്. കാണിച്ചാല് 10-25 വയസ്സിന് മോളോട്ടൊക്കെ. അപ്പൊ ഞാനിങ്ങനെ സെയിൽ ആകുമ്പോ ഞാൻ അതൊക്കെ സെയിൽ ആകുമ്പോ ഇങ്ങനെ സാധനം കൊടുക്കും. ഉപ്പുമുളകും മല്ലിപ്പൊടി കൊടുക്കും. അപ്പൊ മോനെ എന്റെ മുഖത്തിന്റെ ഒരു കുരുമാരി കലയുണ്ട് ഇതിന് മാറാൻ വേണ്ടിട്ട്. ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇത്രയും ഇങ്ങനെ ഇതാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ബാക്കിയുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരൊരു സൗന്ദര്യത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിലേക്ക് സൗന്ദര്യത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും കൊടുക്കാൻ വേണ്ടി സെഗ്മെന്റ് ആണ് ഈ സോൾ എന്ന സെഗ്മെന്റ്. കാരണം സൗന്ദര്യത്തിന്റെ അതിലേക്ക് ലേഡീസ് മാത്രമല്ല കേട്ടോ. അതിനെക്കാട്ടും ഞാൻ പറയാം അതിനെക്കാട്ടും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പുരുഷന്മാരെന്ന് പറയുന്നത്. കാരണം അവരുടെ കൂടെ ഇന്നത്തെ ചെറുപ്പക്കാരെ സൗന്ദര്യം ആഗ്രഹിക്കണ്ടല്ലോ. ഏറ്റവും കൂടുതൽ നമ്മുടെ ലേഡീസിനെക്കാട്ടും കൂടുതൽ ടൈം വേണ്ടിയുള്ള ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും. കാരണം അവര് ഇന്ന് കുറച്ചും കൂടി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്റ്റൈൽ ലൈനിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കും. ഇപ്പം ആ ഒരു സെഗ്മെന്റ് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ കോംബോ ആയിട്ട് പരമാവധി കൊടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അവർക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനോട് പറഞ്ഞു കൊടുക്കാം. ഇന്റിമേറ്റ് വാഷ് പറഞ്ഞിട്ട് പോകും. ചിലവർ എന്താ കുളിച്ചെല്ലാം കഴിഞ്ഞ് ഇന്റിമേറ്റ് വാഷ് തൈലം വരുന്ന ഒരാൾ വരട്ടി പോയിട്ടുണ്ടെങ്കിൽ പണിയും. അപ്പൊ എന്ത് ഉപയോഗിക്കേണ്ട രീതി കൃത്യമായിട്ട് പറഞ്ഞു. 1-2 ഡ്രോപ്സ് നമ്മൾ കൊടുക്കും. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ പറയാൻ വേണ്ടി നോക്കാം. വെറുതെ മറ്റേ അജിസാർ കഴിഞ്ഞ ദിവസം വന്നിട്ട്
സെയിലിന് പോകുന്ന ആൾക്കാരെ നമ്മൾ സെയിലിന് പോയപ്പോൾ ഒരു കാര്യം പഠിക്കണ്ടോ, മോനെ ഇത് സെയിൽ ചെയ്തോ, അല്ല സോറി ഉപയോഗിച്ചോ, നല്ല പ്രൊഡക്റ്റാണ് നല്ല പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് പറയുന്നല്ലാണ്ട് പ്രൊഡക്റ്റ് എന്നാന്നുള്ളതിനെ പറ്റി അങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ പറ്റിയിട്ടോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങളെ ഉപയോഗിക്കേണ്ട ക്രമം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനൊക്കെ ബെനിഫിറ്റ് ആണ്. ഒരു ഇന്റിമേറ്റ് വാഷ് അങ്ങനെ പറയാം, നമുക്ക് ഇന്റിമേറ്റ് വാഷ് സെയിൽ ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടത് ഇനിയിപ്പോ ആൾക്കാർ കൈപോക്കണം, കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കരുത്, അടുത്തോടെ ചോദിക്കുന്നില്ല, എന്നാലും കൈപോക്കിയിട്ടുണ്ട്.